പോലെ തന്നെ എന്ന് വെച്ചാൽ നിലവിൽ ഒരുപാട് നമ്മൾക്ക് മെസ്സേജ് ആയിട്ടും സ്കാം ആയിട്ടും നമ്മുടെ ഇമെയിലൊക്കെ ദുരുപയോഗം ചെയ്തിട്ട് ഒരുപാട് വിക്ടിംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. നിലവിൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നമ്മൾ ഫോണിലും അതുപോലെ തന്നെ പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇത്തരം സംഗതികൾ, ഇത്തരം സ്കാം അതുപോലെ തന്നെ തട്ടിപ്പ് എന്നൊക്കെ നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ലക്ഷ്യം. പിന്നെ നമ്മൾ ഒരു എമർജൻസി ആയിട്ട് കുറച്ച് ക്യാഷ് കരുതി വെക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എമർജൻസി സിറ്റുവേഷൻസോ, ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ വരിക അല്ലെങ്കിൽ മെഡിക്കൽ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ തീരെ എമർജൻസി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതി. പിന്നെ ബജറ്റിംഗ് കൺട്രോള്. നമുക്ക് നമ്മുടെ നീഡ്സും അതുപോലെ തന്നെ വാണ്ട്സും ഉണ്ട്. നമ്മളെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും ഉണ്ടാവും. ഇത് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻകത്തിനനുസരിച്ച് വേണം നമ്മുടെ ബജറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബജറ്റ് കൺട്രോൾ ചെയ്യണം. നമ്മുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള ഇൻകം ഒക്കെ ഇല്ലെങ്കിൽ വേണ്ട ഇൻകം നേടാനും ഇൻകം നേടുന്ന വരെ അത് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ നേടിയിരിക്കുക എന്നല്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ അറിയലോട് കൂടിയിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ കൊണ്ട് ലക്ഷ്യീകരിക്കുന്നത്. നെക്സ്റ്റ് എന്തൊക്കെ സ്ട്രാറ്റജികളാണ്? ഒന്ന് ക്രിയേറ്റ് ബജറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ, ടോട്ടൽ നമ്മൾ മന്ത്ലി എത്ര ടാർഗറ്റ് വെക്കുന്നത്, സേവിങ് ആയിട്ട് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു കോംപ്രഹെൻസീവ് ടൈമാണ് ബജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്പെൻഡ് ജുഡീഷ്യസ്ലി, ഒന്ന് കാര്യക്ഷമമായിട്ട് നമ്മുടെ സ്പെൻഡിങ് ഒന്നുകൂടി കാര്യക്ഷമമാക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്പെൻഡിങ്സ് വരുത്തുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ആവശ്യമുള്ളതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് സംഗതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒന്നുകൂടി ജുഡീഷ്യലി ആയിട്ട് ചെയ്യാം. പിന്നെ ക്രെഡിറ്റ് എടുക്കുമ്പോൾ അത് ഹെൽത്തി ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആരോഗ്യകരമായിട്ട് നമ്മളെ ബാധിക്കാത്ത രൂപത്തിൽ എങ്ങനെ ക്രെഡിറ്റുകൾ കൈകാര്യം ചെയ്യാന്നല്ല. പിന്നെ ബിൽ മാനേജ്മെന്റ്. നമ്മുടെ എന്തിനും ഒരുപാട് സംവിധാനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസും കോർപ്പറേഷനും നമുക്ക് ബില്ലുകളും ഒരുപാട് ഓഫേഴ്സ് ഒക്കെ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ടാവും. അതെല്ലാം കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഫ്യൂച്ചർ പ്രൂഫിങ്. ഇത് നമ്മൾ സേവിങ്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലൂടെ നമ്മുടെ ഒരു ഭദ്രമായ ഭാവി എങ്ങനെ കെട്ടിപ്പടുക്കുക എന്നുള്ള ചർച്ച ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ വർക്കിംഗ് ക്ലാസ് ആണ്. സമൂഹം 3 ക്ലാസ് ആയിരിക്കും. ഒന്ന് ഡിപ്പെൻഡന്റ് ആയിട്ട് വർക്കിംഗ് ക്ലാസ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഭാഗക്കാരും വന്ന് നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴും അതുപോലെ തന്നെ വൃദ്ധനായിരിക്കുമ്പോഴും. പിന്നെ വർക്കിംഗ് ക്ലാസ് ആയിരിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഇനി എൽഡേഴ്സ് ആവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഡിപ്പെൻഡന്റ് ആ സ്റ്റേജിൽ നമ്മൾ മാറിയിട്ട് നമ്മുടെ ഈ വർക്കിംഗ് കാലത്ത് നമ്മൾ നേടിയെടുത്ത ഒരു പൈസ, ഒരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കാലം നമുക്ക് അങ്ങനെ മനോഹരമായിട്ട് മറ്റുള്ള ഡിപ്പെൻഡ് ചെയ്യാതെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ പ്രൂഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിലവിൽ സാമ്പത്തികമായിട്ട് വന്ന മാറ്റങ്ങളാണ് പറയുന്നത്. ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് ബൈറ്റ് സിസ്റ്റത്തേക്ക് മാറിയ ഒരു ചെറിയൊരു ഇവല്യൂഷൻ ഫങ്ഷനിങ്. ഒന്ന് പണ്ട് കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുന്നൊന്നുമല്ല, കുറച്ചു കാലത്ത് മുന്നേ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ, അതായത് ഒരാൾക്കൊരു കൊമോഡിറ്റി ആവശ്യമുള്ള ഒരു ചരക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് പകരം മറ്റൊരു ചരക്ക് റിസീവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലും ഡെഫിനറ്റ് പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പൊ ആ പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് മറ്റു വീട്ടിലുണ്ടാവും. അപ്പൊ നമുക്ക് അധികമായി വരുന്ന സംഗതികൾ അവിടെ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സംഗതികളൊന്ന് കൈപ്പറ്റാം. ഇതാണ് ബാർട്ടർ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഡബിൾ കോഇൻസിഡൻസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരിക്കും. എന്ന് വെച്ചാൽ രണ്ടാൾക്ക് ആവശ്യമുള്ള സംഗതി സെയിം ആണ്, രണ്ടാൾക്ക് കൊടുക്കാനുള്ള സാധനം സെയിം ആണ്. അപ്പൊ എന്തായാലും അവരുടെ നീഡ് നിറവേറ്റപ്പെടാതെ പോകും. അപ്പൊ അതാണ് ബാർട്ടർ സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക്. പിന്നെ അതിന് മാറിയിട്ടാണ് ഇതിന് ഒരു കൺവീനിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ കോയിൻസിലേക്ക് മാറിയത്. മെറ്റൽ കോയിൻസ് ഗോൾഡ് ഉണ്ടായിരുന്നു, സിൽവർ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് കാലങ്ങളിനനുസരിച്ച് നമ്മളൊരു BC കഴിഞ്ഞ ഉടനെ AD തുടക്കത്തിലും അതുപോലെ തന്നെ BC ലാസ്റ്റ് സ്റ്റേജിലൊക്കെ മെറ്റൽ കോയിൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതിനുശേഷം പേപ്പർ മണിയിലേക്ക് മാറി. പേപ്പർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെറ്റൽ കോയിൻസിന്റെ സ്വർണ്ണവും വെള്ളിയൊക്കെയായിരിക്കും മെറ്റൽ കോയിൻസ് ആയിട്ട് ഉണ്ടാവുക. ഓരോ രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു നാട്ടുരാജാക്കന്മാരുടെ എത്രയാണോ ഇതിന്റെ കപ്പാസിറ്റി ഉള്ളത് അതനുസരിച്ച് കാര്യം അവർക്ക് പേപ്പർ മണി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടാവുക. അത് നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു 10-15 കൊല്ലം മുന്നൊക്കെ വളരെ വ്യാപകമായിട്ട് പേപ്പർ മണിയാണ് യൂസ് ചെയ്തിരുന്നത്. ഇന്ന് അതിന് നേരെ അത്ര ഒരു യൂസേജ് നമുക്ക് നേരെ കാർഡിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ബാങ്കുമായിട്ട് നമ്മുടെ എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്ലാസ്റ്റിക് കാർഡുകൾ, നമ്മുടെ സാധാ ബാങ്കിന്റെ കാർഡുകളാണ് നമ്മൾ കുറച്ചു കാലം മുന്നേ വരെ യൂസ് ചെയ്തത്. പിന്നെ അതിന് നമ്മൾ ഇലക്ട്രോണിക് മണിയിലേക്ക് മാറി. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഡിജിറ്റൽ ക്രിപ്റ്റോ നമ്മൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിലും യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ബാർട്ടർ സിസ്റ്റം നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതിങ്ങനെ മാറിയത് നമ്മൾ കൂടുതൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ്.
പിന്നെ നമ്മുടെ നിലവിൽ എക്കോണമിയുടെ ഒരു എൻജിൻ, ഇതിന്റെ ഒരു ഫങ്ഷൻസ് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് ബാങ്ക് ത്രൂ. നമ്മുടെ എക്കോണമിന്റെ എൻജിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൺ വേർഡിലുള്ള ആൻസർ എൻജിൻ ഇതിന്റെ ബാങ്കിങ് എന്നുള്ളതാണ്. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് പണച്ചാക്സ് ഒക്കെ ഒരുപാട് സമൂഹത്തിലുണ്ടാവും. അപ്പൊ ഇവരിലേക്ക് ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല. കാരണം അവർക്ക് ആ ഒരു ക്യാഷ് കൊണ്ട് അവരുദ്ദേശിക്കുന്ന ലോ ക്ലാസ് അല്ലെങ്കിൽ ഇതിന്റെ ഡെഫിഷ്യൻസി അനുഭവിക്കുന്ന ആൾക്കാർ, ക്യാഷിന്റെ ഡെഫിഷ്യൻസി അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ ക്യാഷ് കിട്ടേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതിൽ ഒരുപാട് തരം ബാങ്കുകളുണ്ട്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്യാഷ് തന്നെ മിച്ചം, ഇവർക്ക് ഒരുപാട് ഇൻകം ഉണ്ടാവും, അവർക്ക് അത്ര ഉണ്ടാവില്ല, അത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് വരുന്ന ഇൻകത്തിന്റെ സർപ്ലസ് മിച്ചം എന്ത് ചെയ്യും, അവർ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ കാണുന്ന ആൾക്കാർ, റൈറ്റ് സൈഡിലുള്ള ആൾക്കാർക്ക് ഇൻകം ഉണ്ടാവും, പക്ഷെ എക്സ്പെൻഡിച്ചർ അവരുടെ ഇൻകത്തിലേറെ കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് നിലവിൽ എന്തായിരിക്കൂല, ഈ ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് ഉണ്ടായിരിക്കൂല. അപ്പൊ ബാങ്കിൽ നിന്ന് ആ ക്യാഷ് റിസീവ് ചെയ്യും. ഇതിനോട് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, ഇവര് പ്രത്യേകിച്ച് കടം വാങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്യൂച്ചറിൽ അധ്വാനിക്കാൻ പോകുന്ന സംഗതിയും കൂടിയും ചെലവാക്കി നടത്തും. അപ്പൊ അവർ ഫ്യൂച്ചറിൽ അധ്വാനിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്കുള്ളതല്ല, അത് നേരെ ബാങ്കിലേക്കായിരിക്കും ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടാവുക. ബാങ്കുകൾ ഒരുപാട് തരമുണ്ട്. കൊമേഴ്ഷ്യൽ, കോപ്പറേറ്റീവ്, സ്മാൾ ഫൈനാൻസ്, സെൻട്രൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ബാങ്കാണ്. അപ്പൊ നമ്മള് പേഴ്സണൽ യൂസിന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വിസിറ്റ് ചെയ്യാറില്ല. അപ്പൊ നമ്മള് ബിസിനസ് പർപ്പസിന് കാര്യമായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ യൂസ് ചെയ്യും. പിന്നെ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് കയറും. ഇപ്പൊ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളൊക്കെ അതിന്റെ പൂർണ്ണ ലാഭങ്ങളും അതുപോലെ തന്നെ അതിന്റെ എക്സ്പെൻഡിച്ചറൊക്കെ മീറ്റ് ചെയ്യല് അവർ സ്വയം ഇതിന്റെ ഇൻകം സ്വയം പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ കോപ്പറേറ്റീവ് ആകുമ്പോൾ ബാങ്കിന്റെ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജനങ്ങളെ റൂൾ ചെയ്യുന്ന അതോറിറ്റിന്റെ സപ്പോർട്ട് ഉണ്ടാവും. അതാണ് കോപ്പറേഷൻ, ഒരു സഹകരണ അടിസ്ഥാനത്തിൽ പോകണം ബാങ്ക് നടത്തും. പിന്നെ സ്മാൾ ഫൈനാൻസ്, അതായിരിക്കും നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ സന്ദർശിക്കുന്ന ബാങ്കുകൾ. പിന്നെ സെൻട്രൽ ബാങ്ക് ഇന്ത്യൻ ബേസിൽ നോക്കുമ്പോൾ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ RBI സെൻട്രൽ ബാങ്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റം ആണ് നമ്മുടെ നിലവിലെ നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ ഒരു ഇന്റർമീഡിയേഷൻ ഒരു വിഷ്വലൈസേഷൻ ചെയ്ത ഫോട്ടോ ആണിത്. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. എന്ന് വെച്ചാൽ സേവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ക്യാഷ് നമ്മുടെ അവരുടെ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എക്സ്പെൻഡിച്ചർ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ക്യാഷ് അത് നേരെ അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ലഭിക്കും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യം ഉണ്ടാവും ആ ക്യാഷ് വിഡ്രോയും ചെയ്യാം. പിന്നെ ബാങ്ക് എന്ത് ചെയ്യും, ഈ ക്യാഷ് നേരെ ബോറോവേഴ്സ്, കടം മേടിക്കുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കും, ലോൺസ് ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ അവരിൽ നിന്നൊരു ഇൻട്രസ്റ്റ് ബാങ്ക് കളക്ട് ചെയ്യും. ആ ബാങ്ക് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തതിനു ശേഷം അവരെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുകയും ചെയ്യും. ഈ സേവറിനൊരു നിശ്ചിത വിഹിതം കൊടുക്കും. അതുപോലെ തന്നെ ഈ ബോറോവർ ഈ ക്യാഷ് റീപേ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് പ്ലസ് ചെയ്തിട്ട് റീപേ ചെയ്യാന്ന് മാത്രം. ഇതിന് പ്രത്യേകിച്ച് ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് ഇത്തരം ഫണ്ടുകൾ കണ്ടെത്തുന്നതിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഇവർ സ്വാഭാവികമായിട്ടും ഇത്ര വലിയ വലിയ കമ്പനികൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ മറ്റു പ്ലാന് കാര്യങ്ങൾ ഈ ബാങ്കിൽ സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ലോക്കൽ കമ്മ്യൂണിറ്റീസിൽ നിന്ന് ഒരുപാട് ക്യാഷ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബോറോവേഴ്സിലേക്ക് ഇത്തരം സഹായങ്ങളും സർവീസുകളും എത്തിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ചെറിയ ടെക്നോളജി, നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജികൾ. പണ്ട് കാലങ്ങളിൽ ബാങ്ക് ക്ലോസ് ചെയ്യാന്നൊരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോഴും ബാങ്ക് ക്ലോസ് ചെയ്യലുണ്ട്. ബാങ്ക് ക്ലോസ് ചെയ്താലും ബാങ്കുമായി ബന്ധപ്പെട്ട ബാക്ക് എൻഡ് വർക്കുകളാണ് സ്റ്റോപ്പ് ആവുന്നുള്ളൂ. എന്ന് വെച്ചാൽ ബാങ്ക് നമ്മൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷൻ അതിനൊന്നൊരു പ്രയാസം വരാറില്ല. പണ്ട് കാലത്ത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും വർക്ക് ക്ലോസ് ചെയ്യപ്പെടും. അപ്പൊ ബാങ്ക് ക്ലോസ് എന്ന് പറഞ്ഞാൽ രണ്ടും ക്ലോസ് ചെയ്തിരുന്നു. കാരണം പണ്ട് കാലത്ത് ഫുള്ള് ലെഡ്ജർ ബേസ്ഡ് ആയിരുന്നു ഇതിന്റെ റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ. ഒരു കംപ്ലീറ്റ് ഒരു വൈറ്റ് പേപ്പറിൽ ഇതിന്റെ റെക്കോർഡ് കാര്യങ്ങൾ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിശ്ചിത സമയങ്ങൾ വെക്കും ഓരോ ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു ആരാണോ ട്രാൻസാക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ആളാരാണ്, ഇതിന്റെ അതോറിറ്റി ആരാണ്, അയാൾ നേരിട്ട് ബാങ്കിൽ ഫിസിക്കലി അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആക്കാൻ പറ്റുള്ളൂ. പാസ്റ്റിൽ ഇതായിരുന്നു. പ്രസന്റിൽ 24/7 ആണ് നമ്മുടെ ബാങ്കിന്റെ എക്കോസിസ്റ്റം. അപ്പൊ ബാങ്കിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസം വർഷത്തിൽ 365 ദിവസം നമുക്ക് സർവീസ് ആണ് ലഭ്യമാണ്. ഇതിൽ ബാങ്ക് ക്ലോസ്ഡ് ആയിരിക്കും ചില ദിവസങ്ങളിലൊക്കെ, എന്നാലും നമ്മുടെ സർവീസുകൾ മുടങ്ങാറില്ല. ഇതിൽ ഒരു 3 സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. IMPS, RTGS, നെഫ്റ്റ്. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പെർപ്പസ് നമുക്ക് അറിയാനാവില്ല. ഒന്ന് IMPS എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്. ക്യാഷ് ഇവിടുന്ന്
സെൻഡിനോട് കൂടിയിട്ട് നമ്മുടെ ആരാണോ ഇതിന്റെ ആരിലേക്കാണോ ക്യാഷ് അയക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് ഓൺ ടൈം ക്യാഷ് ക്രെഡിറ്റ് ആവും. IMPS വരെ ഫാസ്റ്റസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ ചെറിയ ലിമിറ്റ് ഉണ്ട്. നമ്മൾ പേഴ്സണൽ യൂസേജിനാണ് കാര്യമായിട്ട് യൂസ് ചെയ്യല്. ഒരു 2 lakhന്റെ ബിലോ ഒക്കെ ആയിരിക്കും അധികം ഈ ഒരു IMPS സർവീസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താറ്. രണ്ടാമത്തെ സ്റ്റേജാണ് RTGS. RTGS ബിസിനസ് പർപ്പസ് ആണ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. അത് സ്വാഭാവികമായിട്ടും 2 lakh പ്ലസ് ആയിരിക്കും അതിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക. 2 lakh പ്ലസ് ആവണമെന്ന് കമ്പൾസറി ഇല്ല, പക്ഷെ ബിസിനസ് പർപ്പസ് എന്ന് മാത്രം. പിന്നെ നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇതൊന്നും കൂടി വലിയ എമൗണ്ട് ആയിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഫോറിനേഴ്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേറ്റഡ് കേസുകള്, ക്രിപ്റ്റോ, മറ്റു സിമ്പിൾ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ നെഫ്റ്റിലാണ് വരിക. ഇതിൽ ക്യാഷ് വൺ ടൈം ക്രെഡിറ്റ് ആവണമെന്നില്ല, ബാച്ച് ബേസിലായിട്ടായിരിക്കും ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ഞാൻ 2 ലക്ഷം ഒരാളെ അക്കൗണ്ടിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ അയക്കുന്ന ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത നിമിഷം ആളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഒരു ബാച്ച് ബേസിൽ ചിലപ്പോൾ ഇന്ന് ഒരു 10,000 ആവുന്നുണ്ടാവും, മറ്റന്നാളെ ഒരു ബാക്കി ആവുന്നുണ്ടാവും. അങ്ങനെ ഓരോ ബാച്ച് ബേസിലായിരിക്കും അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് ഇതാവുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നിലവിലെ ടെക്നോളജി അനുസരിച്ച് നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാസ്തുതയാണ്. പിന്നെ മോഡേൺ ബാങ്കിന്റെ കോർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ബാങ്കിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽസ്. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആവശ്യം വരുമ്പോൾ അത് വിഡ്രോ ചെയ്യാം. ഇത് നമുക്ക് സ്ലിപ്പ് ത്രൂ പണ്ട് മുതലുള്ള ഓപ്ഷനാണ്, അതിപ്പോൾ അവൈലബിൾ ആണ്. നേരിട്ട് ബാങ്കിൽ അപ്പിയർ ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, എത്ര എമൗണ്ട് കൊടുക്കുക, എമൗണ്ട് ബൈ ഹാൻഡ് കൈമാറാം. ഇതിനാണ് സ്ലിപ്പ് എന്ന് പറയാം. ഇത് ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും, വിഡ്രോ ചെയ്യാനും പറ്റും സ്ലിപ്പ് ത്രൂ. പിന്നെ ചെക്ക്, ബിയറർക്കും പേയ്ക്കും എന്ത് ചെയ്യാം, ചെക്ക് ത്രൂ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യാം. നമുക്ക് ബാങ്ക് അക്കൗണ്ടിന്റെ ഓണർക്ക് വേണമെങ്കിൽ ചെക്ക് ആരാണ് ക്യാഷ് സ്വീകരിക്കുന്നത് ആളെ കയ്യിൽ കൊടുത്തു വിടാം. ആളെ ഒപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് മാത്രം, കാരണം ഇത് എങ്ങനെ പോകും എന്നുള്ളത് ആൾ അറിഞ്ഞിരിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിന്റെ ഹോൾഡർക്ക് സ്വാഭാവികമായിട്ടും അവിടെ എത്തിയിട്ട് ക്യാഷ് റിസീവ് ചെയ്തിട്ട് ഒക്കെ കൊടുക്കുക. പിന്നെ വെരി കൺവീനിയന്റ് ആയിട്ട് വെരി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഗതി ATM ഓട്ടോമാറ്റിക് ടെല്ലി മെഷീൻ, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. ഒരുപാട് കാലം വിഡ്രോവൽ മാത്രമായിരുന്നു ATMs ഉണ്ടായിരുന്നത്. നിലവിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനും പറ്റും. പിന്നെ ഇത് ഡെപ്പോസിറ്റും വിഡ്രോവലും മാത്രം. പിന്നെ അടുത്ത് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. ഇതിൽ വിഡ്രോവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിന് എൻക്വയറി വരും. അപ്പോൾ ഈ ഫണ്ട് ട്രാൻസ്ഫറിൽ അത്ര വിഷയങ്ങൾ വരില്ല. ഫണ്ട് ട്രാൻസ്ഫർ നമുക്ക് ഡ്രാഫ്റ്റ് ആയിട്ട് അയക്കാം, അതുപോലെ തന്നെ ക്രെഡിറ്റിന്റെ ലെറ്റർ കൊടുക്കാം, അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസ്ഫർ നടത്താം. ഇത് നമ്മൾ ATM ത്രൂ ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ പോസിബിൾ ആണ് കേട്ടോ. കറൻസി എക്സ്ചേഞ്ച്, ബാങ്ക് ത്രൂ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കറൻസികൾ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോറിൻ കൺട്രി വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫോറിൻ കറൻസി ആയിട്ട് മാറ്റി തരാൻ ബാങ്കുകൾ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരും. പിന്നെ നെക്സ്റ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, നമുക്ക് സ്വാഭാവികമായിട്ടും സർപ്ലസ് ആയി വരില്ല, മിച്ചം വരുന്ന ക്യാഷ് ആയിരിക്കും നമ്മുടെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് നേരെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവർ മാറ്റിയിട്ട് നമുക്ക് അതിൽ നിന്നൊരു നിശ്ചിത ശതമാനം ലാഭം ലഭിക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും, ഒരു അസറ്റ് ആയിട്ട് അവരത് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇതിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയാം. പിന്നെ ലോക്കർ ഫെസിലിറ്റീസ്, ബാങ്കിൽ ഓൺലി ക്യാഷ് മാത്രമല്ല, അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ട് എന്തും നമുക്കൊരു വാല്യുബിൾ സാധനം അവിടെ കീപ്പ് ചെയ്യണം ഒരു നിശ്ചിത കാലത്തേക്ക്. നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട സൗകര്യങ്ങൾ അവർ ചെയ്തുതരും. അപ്പൊ അത് ലോക്കർക്ക് ആവശ്യമുള്ള സർവീസ് ചാർജ് കാര്യങ്ങൾ നമ്മൾ ഈടാക്കും. പിന്നെ ബിൽ പേയ്മെന്റ്, നമ്മളിപ്പോൾ ഒരുപാട് ബില്ലുകൾ നമുക്ക് മൊബൈല്, അതുപോലെ തന്നെ റീചാർജ്, TV, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, ഇത്തരം ബില്ലുകളൊക്കെ നമ്മൾ പേ ചെയ്യുന്നുണ്ട് ഓരോ മാസവും. അപ്പൊ ഇതെങ്ങനെ ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ നമുക്കൊരു മാസം ഏതൊക്കെ ബില്ലുകൾ വരാം അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൽ നിന്ന് അത് പേ ചെയ്യുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരം ഒരു കോറായിട്ട് വരുന്ന 6 ഫങ്ഷൻസ് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നമുക്ക് നമ്മുടെ ക്യാഷ് എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സേവിങ്സ് അക്കൗണ്ട് അതുപോലെ തന്നെ കറന്റ് അക്കൗണ്ട് കണ്ടിട്ടുണ്ടാവും. ഇതിന് രണ്ടിനും ഡിഫറൻസ് എന്താണെന്നുള്ളതും പെർപ്പസ് എന്താണെന്നും ജസ്റ്റ് പരിചയപ്പെടാം. പെർപ്പസ്, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹാബിറ്റ്, സേവ് ചെയ്യുന്ന ഹാബിറ്റ് കീപ്പ് ചെയ്യുന്ന ഇത് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ നിലവിൽ നടക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഫീസിബിൾ ആയിരിക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പെർപ്പസ് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇത് കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ സാലറിയോട് ഉദ്ദേശിക്കുന്നത് നിശ്ചിത സാലറി ഓരോ മാസം ലഭിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനൊക്കെ സേവിങ്സ് അക്കൗണ്ട് ആണ് കൂടുതൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇതിലിപ്പോ ഒരു സാധാരണ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇത്ര ശതമാനം, വളരെ കുറഞ്ഞ ശതമാനമായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഫ്ലെക്സിബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ രണ്ട് കറന്റ് അക്കൗണ്ട്. കറന്റ് അക്കൗണ്ട് കാര്യമായിട്ട് ബിസിനസ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പലിശ ഇല്ലാത്തൊരു അക്കൗണ്ട് വേണമെന്നൊക്കെ ഉദ്ദേശമുണ്ടെങ്കിൽ കറന്റ് അക്കൗണ്ട് കീപ്പ് ചെയ്താൽ മതി. പക്ഷെ കറന്റ് അക്കൗണ്ടിൽ സേവിങ്സ് അക്കൗണ്ടിൽ ചിലപ്പോൾ ചാർജ് കാര്യങ്ങളൊന്നും ചിലപ്പോൾ കൂടുതലുണ്ടാവില്ല. നമ്മളിപ്പോൾ ആ ഒരു ATM കാർഡ് കീപ്പ് ചെയ്യുന്നതിന് ആ ഒരു ATM കാർഡിന് നിശ്ചിത കാലത്ത് അതിന്റെ ചാർജും അതുപോലെ തന്നെ നമുക്ക് പലിശകൾ കുറഞ്ഞ അളവിൽ ലഭിക്കുകയും ചെയ്യും. പക്ഷെ കറന്റ് അക്കൗണ്ട് നമുക്ക് പലിശ ഇല്ലാത്തൊരു അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ കറന്റ് അക്കൗണ്ട് എടുക്കാം. പക്ഷെ അതിൽ എന്ത് ചെയ്യണം, ചാർജ് കൊടുക്കണം. കാരണം ഇത് ബിസിനസ് പർപ്പസിന് ഉണ്ടാക്കിയ സാധനം. ബിസിനസ് ഓണേഴ്സും അതുപോലെ തന്നെ ബിസിനസ് സംരംഭങ്ങളുടെ പേരിലാണ് ഈ അക്കൗണ്ട് എടുക്കല്. ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻസ് നടത്താം. പിന്നെ ഇതിൽ വേറൊരു മെച്ചം കൂടി ഉള്ളത്, നമുക്ക് വേണമെങ്കിൽ നമ്മൾ ബാലൻസിലേറെ കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാം. പക്ഷെ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇത് നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്, പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട്. നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ ഗ്യാരണ്ടീഡ് റിട്ടേൺ തരുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് പരിചയപ്പെടുത്താം. ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതിൽ എപ്പോഴും ഒരു റിസ്ക് ഫീൽ ചെയ്യും. കാരണം ആ ഒരു ക്യാഷിന്റെ വാല്യൂ കുറഞ്ഞാലോ അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് നമ്മൾ ക്രെഡിബിൾ അല്ലാത്ത സോഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ലയബിലിറ്റി നമുക്ക് തന്നെയാണ്. അപ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് റിട്ടേൺ തരുന്ന നിലവിൽ ഇതുവരെയുള്ള ഒരു സ്റ്റാൻഡ് അനുസരിച്ച് തന്നെയാണ് FD, ഒന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റോട് അത് ഒരു നിശ്ചിതത്തേക്ക് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു നിശ്ചിത കാലം തീരുന്ന മുന്നേ ആ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ 5 ലക്ഷം 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിന്റെ 5 വർഷത്തിന് മുന്നേ നമുക്ക് ആ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റൂല. കാരണം പോളിസി മേക്കേഴ്സ് അങ്ങനെ ആയിരിക്കും അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പെനാൽറ്റി നമ്മൾ ഫൈനായി നമ്മൾ കെട്ടേണ്ടി വരും. പിന്നെ രണ്ടാമതാണ് FD RD ആണ് സാധാരണ ഉണ്ടാവുക, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഓരോ മാസം നമ്മളിപ്പോ നമുക്കൊരു 20,000 സാലറിയിലുള്ള ആളാണെങ്കിൽ ഞാനിപ്പോ എന്റെ ഒരു ചെലവ് ഒരു 19,000 ആയിട്ട് ചുരുക്കണം. ഓരോ മാസം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയാം. അപ്പൊ ഓരോ മാസം ആകുമ്പോൾ ആ ഓരോ മാസത്തെയും നമുക്ക് വരുന്ന ടോട്ടൽ ലാഭം റിക്കറിംഗ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റിംഗ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയാം. പിന്നെ നമ്മുടെ ബാങ്ക് എങ്ങനെ ഫംഗ്ഷനിങ്, ബാങ്കിന്റെ ഫംഗ്ഷനിങ് പറയുന്നത് നിലവിൽ വളരെ വ്യാപകമായിട്ട് കോമൺ ആയിട്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന 3 ലോണുകളാണ്: ഹൗസിംഗ് ലോൺ, വെഹിക്കൽ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ബാങ്കിന് എങ്ങനെ ഇത്തരം ക്യാഷുകൾ ലഭിക്കണം? ഇങ്ങനത്തെ സർപ്ലസ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരെന്ത് ചെയ്യും, ബാങ്കിൽ അവരുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലെ ഇമേജ് പോലെ. അപ്പൊ അവർ ക്യാഷ് സേവ് ചെയ്തിട്ട് അവർ ബാങ്കിലേക്ക് അവരുടെ ക്യാഷിന്റെ ഒരു വിഹിതം കൊടുക്കും. ബാങ്ക് ചെയ്യും ആ ക്യാഷ് നേരെ ആവശ്യക്കാരിലേക്ക് കൊടുക്കും. അവർക്ക് ഒരു വണ്ടി വാങ്ങാൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വീട് വെക്കാൻ കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട്. അപ്പം ഈ ക്യാഷ് ഇവർക്ക് കൊടുക്കും. ഈ വരുന്ന 6% ഇൻട്രസ്റ്റ് ബാങ്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ 5% ഇൻട്രസ്റ്റ് ബാങ്കിന്റെ പ്രോഫിറ്റ് ആയിട്ടും ബാങ്കിന്റെ ഓപ്പറേഷണൽ ചാർജ്, അതിർത്ത് സർവീസ് ചാർജുകളും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ സാലറിയുടെ ആയിട്ട് ഒരു 5% ഹോൾഡ് ചെയ്യും. പിന്നെ ബാക്കി 1% മാത്രമായിരിക്കും സേവേഴ്സിന് കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെയാണ് ബാങ്കിന്റെ ഒരു ടോട്ടൽ ഫംഗ്ഷനിങ്. ഇതിൽ സേവേഴ്സിന് സ്വാഭാവികമായിട്ട് കൊടുത്ത മണി അവിടെ ബാലൻസ് ആയി കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഒരു ഇൻട്രസ്റ്റ്, ഒരു പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. എന്നാൽ ബോറോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ 6% ഇൻട്രസ്റ്റ് കൊടുക്കും വേണം. ഇതിനർത്ഥം അവർ ഇനി ഫ്യൂച്ചറിൽ അധ്വാനിക്കാൻ പോകുന്ന പൈസ കൂടി, ക്യാഷ് കൂടി, സാലറി കൂടി ബാങ്കിന് ഇപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ അധ്വാനിക്കുന്ന ക്യാഷിന്റെ അതോറിറ്റി അവർക്ക് ഉണ്ടാവൂല. നെക്സ്റ്റ് KYC എന്ന് കേട്ടിട്ടുണ്ടാവും. KYCന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നാണ്. ഒരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ബാങ്കിന്റെ മാനേജ്മെന്റിന് ആരാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അറിയാനുള്ള ഒരു അതോറിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തി ജെന്യൂൻ ആണോ, ഈ വ്യക്തിക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ട്, വേറെ ഏതൊക്കെ അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിരിക്കൽ ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട, ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എന്ത് കേസ് വന്നാലും അതിന് ഗവൺമെന്റിലോ അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന് മുന്നിൽ ഉത്തരം കൊടുക്കേണ്ടത് ഈ ഒരു ബാങ്കാണ്. അപ്പൊ അവർ KYC സ്വാഭാവികമായിട്ടും ഇതാക്കും. അപ്പൊ നിലവിൽ നമുക്ക് നേരിട്ട് ബാങ്കിൽ അപ്പിയർ ആയിട്ട് KYC ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇത് മാൻഡേറ്ററി പ്രോസസ്സാണ്. അപ്പോൾ ആ ക്ലയന്റ് നേരിട്ട് ബാങ്കിൽ അപ്പിയർ ആയിട്ട് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അവരുടെ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് മാറും. നമ്മൾ റിയൽ യൂസേഴ്സ് ആണ്. അതുപോലെ തന്നെ ക്രൈം പ്രിവെന്റ് ചെയ്യണം, അതുപോലെ തന്നെ റിസ്ക് മാനേജ് ചെയ്യാനുള്ള ഒരു സംഗതിയായിട്ടാണ് ഈ KYC യൂസ് ചെയ്യല്. ഇതിൽ സ്വാഭാവിക ഫേസ് വെരിഫിക്കേഷനും ID കാർഡ് വെരിഫിക്കേഷനും നമ്മുടെ അഡ്രസ് പ്രൂഫ് ചെയ്യലും, ഇനി വേറെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോം അഡ്രസ്സിൽ നേരിട്ട് അപ്പിയർ ആയിട്ട്
ജെന്യൂൻ വ്യക്തി നിലവിൽ എവിടെയാണ് താമസിക്കണമൊക്കെ ഇവർ ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ മോഡേൺ ആയിട്ട് EKYC ആണ് യൂസ് ചെയ്യല്. നമ്മൾ ആധാർ സ്വാഭാവികമായിട്ട് നമ്മൾ ഒതന്റിക്കേറ്റ് ആയിരിക്കും. നമ്മൾ ഒതന്റിസിറ്റി കീപ്പ് ചെയ്യുന്ന സാധനമാണ് ആധാർ എന്നുള്ളത്. അപ്പൊ ആധാർ ത്രൂ എന്ത് ചെയ്യും, ഇവർ നമ്മുടെ KYC കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യും. EKYC ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഗതിയാണ്. പിന്നെ നമ്മുടെ ട്രാക്കിങ്, നമ്മുടെ അസറ്റ് കാര്യങ്ങൾ എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാന്നില്ല. നമ്മൾ ബാങ്കിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ട്രാക്ക് ചെയ്യാൻ നമുക്ക് പാസ്ബുക്ക് തരും. പാസ്ബുക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും. ഓൺലൈൻ പാസ്ബുക്ക് ആയിരിക്കും കൂടുതൽ അപ്ഡേറ്റഡ്. ഓഫ്ലൈൻ പാസ്ബുക്ക് നമ്മൾ ബാങ്കിൽ വിസിറ്റ് ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ആക്കി തരും. അങ്ങനെ ഉണ്ടാവുക. പിന്നെ നോമിനേഷൻ എന്നുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടാവും ബാങ്ക് സ്വാഭാവികമായിട്ടും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ബാങ്ക് അക്കൗണ്ട് നമ്മൾ സ്വാഭാവിക മനുഷ്യന്മാരെന്നുള്ള ഒരു ഇതിൽ സ്വാഭാവിക ഓരോരുത്തരും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അപ്പൊ ഏത് സ്റ്റേജിലാക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞാലും ഈ അക്കൗണ്ടിലുള്ള ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷ് മാത്രമല്ല കേട്ടോ, ആ അക്കൗണ്ടിലെ ലയബിലിറ്റീസും ആരും ഏറ്റെടുക്കണം എന്നുള്ള വിഷയത്തിൽ ഡിസ്പ്യൂട്ട് ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് നോമിനിനെ ഇതിൽ കൊടുക്കുന്നത്. ആ നോമിനിന്റെ കൺസെന്റോട് കൂടെ ആയിരിക്കും ഇതിൽ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ക്യാഷ് നേരെ നോമിനിലേക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടും. പിന്നെ നിലവിലിപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഫൈനാൻഷ്യൽ ലിറ്റററി എന്നുള്ള ഒരു മെയിൻ സെറ്റ് വന്നിട്ടുണ്ടാവും. സ്വാഭാവിക ഇതിൽ കൂടുതൽ നെറ്റ്വർക്ക് എടുത്ത് കഴിഞ്ഞാലാണ് കൂടുതൽ നിലവിലുള്ള കരഞ്ഞ ട്രെൻഡ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ചാപ്റ്റർ മാത്രം മതി. അപ്പോൾ പിന്നെ രണ്ടാമത് സേഫ്റ്റി തന്നെ നമ്മൾ KYC കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതും നോമിനേഷൻ നമ്മൾ സമർപ്പിക്കണമൊക്കെ നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിലവിൽ സിസ്റ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ബാങ്കാണ് നമ്മുടെ ഒരു ഓപ്പറേഷന്റെയും ഫൈനാൻഷ്യൽ ഓപ്പറേഷന്റെ ഒരു എഞ്ചിൻ എന്നുള്ളത്. പിന്നെ നിലവിൽ നമുക്ക് ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഫൈനാൻഷ്യൽ സംഗതികൾ ഭദ്രമാക്കുന്ന വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ചർച്ച ഉള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യും.